അതെ അതെ, കാരണം ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളും അതേപോലെ തന്നെ പാർട്ടി മുന്നണി പ്രവർത്തകരുടെയും വലിയ ഒരു എന്താ പറയുക ആവേശത്തോട് കൂടിയിട്ടുള്ള പ്രവർത്തനമായിരുന്നു. അതുകൊണ്ട് തെല്ലും ആശങ്കയില്ല. കാരണം ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം തന്നെയാണ്. ആലത്തൂരിനൊപ്പം തന്നെ ഇന്ത്യയിൽ അല്ലെങ്കിൽ രാജ്യത്ത് ഇന്ത്യ മുന്നണി തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം വരുന്നത് നേരെ തിരിച്ചാണ്. കാരണം ജനങ്ങളുടെ മനസ്സ് മുഴുവൻ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് വരണം, ഇന്ത്യ മുന്നണി വരണം എന്നുള്ളതാണ്. അതുകൊണ്ട് എക്സിറ്റ് പോളിനകത്തൊന്നും ഞങ്ങളാരും അതിനകത്ത് വലിയൊരു ഒരു കൊടുക്കുന്നില്ല. കാരണം ജനങ്ങൾ മിക്കവാറും സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധി കേന്ദ്ര സർക്കാർ സാധാരണക്കാരന് വേണ്ടിയിട്ട് ഒരു നിലപാട് പോലും എടുത്തിട്ടില്ല. അപ്പം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള ക്ഷേമ പദ്ധതികൾ വരണമെങ്കിൽ കോൺഗ്രസ് തന്നെ വരണം. അല്ലാതെ എന്താ പറയുക വിഭാഗീയത ഉണ്ടാക്കിയത് മതത്തിൻ്റെ പേരിലാണെങ്കിലും ജാതിയുടെ പേരിലാണെങ്കിലും വിഭാഗീയത ഉണ്ടാക്കിയാൽ ഈ സാധാരണക്കാരൻ്റെ വയറ് നിറയത്തില്ല. ആ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ക്ഷേമ പദ്ധതികൾ വരിക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അത്തരം പദ്ധതികളിലൂടെ ഈ രാജ്യത്ത് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നത് കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും തന്നെയാണ്. എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഇന്ത്യ സഖ്യം തന്നെയാണ് വരാൻ പോകുന്നത്. രമ്യ ഹരിദാസിൻ്റെ കാര്യമെടുത്ത് പറയുകയാണെങ്കിൽ 2019 വരുമ്പോൾ ഉണ്ടായിരുന്ന അതേ ആത്മവിശ്വാസം, ഇപ്പോൾ 2024 മത്സരിക്കാൻ ഉണ്ടായിരുന്ന അതേ ആത്മവിശ്വാസം ഇപ്പോൾ ആ മുഖത്ത് കാണാൻ കഴിയുന്നുണ്ട്. കാരണം 2019 വരുന്ന സമയത്ത് എന്നെ ഇവിടെയുള്ള ആളുകൾക്ക് അത്ര വലിയ പരിചയമില്ല. പക്ഷേ അവരോട് സംസാരിച്ചും അവരോട് പാട്ടുപാടിയും സംവദിച്ചും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ആത്മബന്ധമുണ്ട്. അത് കഴിഞ്ഞ 5 വർഷക്കാലം 2019 മുതൽ ഈ തെരഞ്ഞെടുപ്പ് വരെ കഴിഞ്ഞ 5 വർഷക്കാലം അവരുടെ ഒപ്പം ഒരു പാർട്ട് ടൈം MP ആയിട്ടല്ല നിന്നത്, ഒരു ഫുൾ ടൈം MP ആയിട്ടാണ് നിന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ട് അടുത്ത് ഇടപഴകിക്കൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലം അവരുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് എൻ്റെലുള്ള ഒരു വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് MP ഫണ്ട് വിനിയോഗിച്ചപ്പോൾ ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തിലും എല്ലാ മണ്ഡലത്തിലും എല്ലാ മുനിസിപ്പാലിറ്റികളിലും ചെറുതും വലുതുമായിരിക്കുന്ന പദ്ധതികൾ നമുക്ക് നൽകുവാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതും വലിയൊരു പിന്തുണ തന്നെയാണ്. അതോടൊപ്പം നമുക്ക് എടുത്തു പറയേണ്ടത് ഭരണവിരുദ്ധ സർക്കാരുകൾക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം അത് കേന്ദ്രത്തിനോടുണ്ടായിരുന്ന പോലെ തന്നെ സംസ്ഥാന സർക്കാരിനോടും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാർഷിക മേഖലയായിരിക്കുന്ന ഈ പ്രദേശത്ത് കുടിവെള്ളം കിട്ടാതെ കർഷകന് നെല്ല് പാടം കത്തിപ്പോയിരിക്കുന്ന സാഹചര്യം, നെൽപ്പാടങ്ങളിലേക്ക് വെള്ളം എത്താത്തതിൻ്റെ പ്രയാസം, അങ്ങനെ ഒത്തിരി വിഷയങ്ങൾ ഈ സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പെൻഷൻ കിട്ടാത്തത്, സാധാരണക്കാരൻ എപ്പോഴും എന്താ പറയുക അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ള. അതുകൊണ്ട് കേരള സർക്കാരിനെതിരെയുള്ള ഒരു വികാരം കൂടി ഉണ്ടായിട്ടുണ്ട്. ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലവും ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം തന്നെയാണ്. ഒരുപക്ഷെ ഇപ്പോൾ 2024 ഉണ്ടായിരുന്ന അതേപോലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം 2019 ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും അന്ന് 1.5 ലക്ഷത്തിൽ പരം വോട്ടുകൾക്കാണ് വിജയിച്ച് കയറുന്നത്. ഇന്ന് ഒരുപാട് ഘടകങ്ങൾ അനുകൂലമായി നിൽക്കുന്നു. ഭൂരിപക്ഷം എത്രത്തോളം ഉണ്ടാകുന്നുണ്ട്? കാരണം ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ 5 വർഷക്കാലം ചേർന്ന് നിന്ന് അതിപ്പം മുതിർന്ന ആളുകളാണെങ്കിലും പ്രായവ്യത്യാസമില്ലാത്ത ഒരു പിന്തുണ എനിക്ക് കഴിഞ്ഞ 5 വർഷക്കാലം അനുഭവിച്ചു വരുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നൽകാൻ പോകുന്ന ഒരു വലിയ സന്തോഷം തന്നെ ആയിരിക്കും എന്നുള്ളതിനകത്ത് വലിയ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. മറ്റേത് ഞാൻ അങ്ങനെ ഇന്ന ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഇന്ന ഒരു എണ്ണം അത് പ്രവചിക്കാൻ നമ്മളൊന്നും അത്ര എന്താ പറയുക അതൊന്നും നമ്മൾ അങ്ങനെയുള്ള എന്താ പറയുക അതൊന്നും ശരിയല്ല എന്നുള്ള ഒരു അഭിപ്രായമാണ്. കാരണം ജനങ്ങൾ ഇരു കൈകളും നീട്ടി ഹൃദയങ്ങളിലേക്ക് സ്വീകരിച്ചുകൊണ്ടാണ് എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അതിൻ്റെ കൃത്യമായ രീതിയിൽ ചിട്ടയോട് കൂടിയിട്ടുള്ള പ്രവർത്തനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റേതായിരിക്കുന്ന ഒരു എന്താ പറയുക അംഗീകാരം അത് മുന്നണിക്കുണ്ടാകും. അതൊരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ എനിക്കുണ്ടാകും. കഴിഞ്ഞ ഒരു 5 വർഷക്കാലത്തെ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ. കേരളത്തിൽ കോൺഗ്രസ് വേണ്ടി മത്സരിച്ച ഏക വനിതയാണ്. ഒരുപാട് സൈബർ അറ്റാക്കുകൾ ഇതിനോടകം തന്നെ നേരിട്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്കാൾ കൂടുതലായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. എങ്ങനെയാണ് അതിനെയൊക്കെ ഒരു അതിജീവിച്ച് വന്നത്? ഇത്തവണത്തെ ഈ ജനവിധി അവർക്കെല്ലാം ഉള്ള ഒരു ഉത്തരമായിരിക്കും. ഈ സൈബർ ഇടങ്ങളിൽ ഏത് രീതിയിലാണെങ്കിലും ഇപ്പം നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിനെ പരസ്യമായിട്ട് വിമർശിക്കുക എന്നുള്ള സ്റ്റാൻഡ് എടുക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം വളരെ കൃത്യമായിട്ട് ആരാണ്. അതിപ്പോൾ നമ്മൾ നല്ലൊരു കാര്യം ചെയ്താലും ഒരു പാട്ട് പാടിയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൈറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ താഴെ വന്ന് കമൻ്റ് ഇട്ടിട്ടാണെങ്കിലും അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് മോശമായ രീതിയിൽ ചിത്രീകരിക്കുവാനും ഒക്കെ കഴിവുള്ള ആളുകൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം സൈബർ ഇടത്തിനകത്ത്. പക്ഷേ ഇപ്പം ഈ അടുത്ത കുറേ ദിവസങ്ങളിലായിട്ട്
എന്താ പറയുക, ഇതിനകത്ത് വളരെ മോശമായ രീതിയിൽ, അത് ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല, പലരും അതിനകത്ത് ബലിയാടാകുന്നത് നമുക്ക് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ അറ്റാക്ക് നടന്നിട്ട് കൊച്ചുകുട്ടി, എന്താ പറയുക, ദേവനന്ദ എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിയുടെ കാര്യങ്ങളിൽ പോലും എന്താ പറയുക, വളരെ മോശകരമായ രീതിയിലുള്ള കമൻസും, ആ കുട്ടിയെപ്പോലും എന്താ പറയുക, ഒരു നല്ല പക്വതയോടുകൂടി സംസാരിക്കുന്ന ഒരു കൊച്ചു മിടുക്കിയാണ്. ആ കുട്ടി അഭിനയിച്ച സിനിമകളാവട്ടെ, ആ കുട്ടി അഭിനയിക്കുന്ന വെബ് സീരീസ് ആവട്ടെ, അതിനെല്ലാം പിന്തുണ കൊടുത്തുകൊണ്ട് അത്തരം ഒരു കലാകാരിയെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാം ചെയ്യേണ്ടത്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് ആ കുട്ടിയെ എങ്ങനെയാണ് വളരെ ഒരു മോശകരമായിട്ട് അത് എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കെതിരെയും അത് ശക്തമായിട്ട് നടക്കുന്നുണ്ട് ഒരു വഴി. അതിപ്പോൾ സിനിമയാകണമെന്നില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയമാകണമെന്നില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്ന സംരംഭകരായിരിക്കാം. ചിലപ്പം ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ കഴിവ് തെളിയിക്കാൻ കഴിഞ്ഞിരിക്കുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്, എത്രയോ കാലങ്ങളായി ഒരവസരം പോലും കിട്ടാതിരിക്കും. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ വരുന്ന സമയത്തും ഇതൊരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള എന്താ പറയുക, അതിൽ സന്തോഷം കണ്ടെത്തുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റ് ഇട്ടുകൊടുത്ത് മറ്റൊരാളിനെതിരെ അറ്റാക്ക് ചെയ്യുന്നതിൽ ആസ്വദിക്കുന്ന ഒരു കൂട്ടം മാനസിക രോഗികൾ എന്ന് തന്നെ പറയും. അവരപ്പുറത്തുണ്ട്. അത് എല്ലാവരുടെ അടുത്തും ആ സമീപനം തന്നെയാണ്. കാരണം ആലത്തൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ അറ്റാക്കൊന്നും ഇനി അങ്ങനെയൊന്നും ഏൽക്കാൻ പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ മാനസിക വൈകല്യങ്ങളുള്ളവർ അവിടെ ആ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ വേറെ അതിനകത്ത് വേറെ വഴിയൊന്നുമില്ല. നമ്മൾ നമ്മുടെ പ്രവർത്തനം ആലത്തൂരിൽ ഉറപ്പായി എന്താ സംശയം, റിപ്പോർട്ടർ ചാനലുകാർക്ക് ഒരു സംശയത്തിനും അതിനകത്ത് എന്താ പറയുക കാര്യമില്ല. കാരണം അത് ആലത്തൂർ ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം തന്നെയാണ്, ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി തന്നെയാണ്.